ഇനി 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ക്വസ്റ്റ്യൻ എ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത ഇതാണ്, എക്സ് പ്ലസ് 2y ഈക്വൽസ് 3. എക്സ് ഈക്വൽസ് 3, ഈ 2y റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -2y എന്നാവും. ഇനി നമുക്ക് എക്സിനും വൈക്കും വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ വൈക്ക് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 3 - 2 × 1, 3 - 2 which is equal to 1. അപ്പോൾ എക്സിന് 1 എന്ന വാല്യൂ കിട്ടുന്നു. ഇനി നമ്മൾ വൈക്ക് ഇനിയും 0 എന്ന വാല്യൂ കൊടുക്കുകയാണ്. 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 - 2 × 0 which is equal to 3 - 0 that is equal to 3. അപ്പോൾ നമുക്ക് എക്സിന് 3 എന്ന വാല്യൂ കിട്ടുന്നു. ഇനി വൈക്ക് നമ്മൾ 2 എന്ന വാല്യൂ കൊടുക്കുകയാണ്. 3 - 2 × 2, 3 - 4 which is equal to -1. അപ്പോൾ ഇവിടുത്തെ വാല്യൂ -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സും വൈയും കോർഡിനേറ്റ്സ് ആയി. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഇക്വേഷൻസ് 2x - 3y + 8 = 0. ഇവിടെ 2x + 8 എന്ന് നിർത്തുന്നു, 3yനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, ഈക്വൽസ് 3y എന്നായി. 2x = 3y + 8 പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -8 ആയി. x = 3y - 8, ഇവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള 2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ÷ 2 എന്നായി. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി ഞാൻ വൈക്ക് -2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വൈക്ക് -2 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? x = 3 × -2 - 8 / 2. 3 × -2 -6 -8 / 2 which is equal to -6 - 8 - 14 / 2 equals -7. So എക്സിൻ്റെ വാല്യൂ -7 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് വൈക്ക് ഞാൻ 0 കൊടുക്കുകയാണ്. വൈക്ക് 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ y 0, അപ്പോൾ 3 × 0 - 8 / 2. 3 × 0 0 - 8 / 2 -8 / 2 which is equal to -4. അപ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ കിട്ടുന്നത് -4. ഇനി എനിക്ക് ഒരു വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വൈക്ക് ഞാൻ 4 എന്ന വാല്യൂ കൊടുക്കുകയാണ്. വൈക്ക് 4 കൊടുത്താൽ എക്സ് എത്ര കിട്ടും? 3 × 4 - 8 / 2. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്, -8 / 2. 12 - 8 4 / 2 = 2. അപ്പോൾ എക്സിന് 2 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ആയി. ഇനി നമുക്ക് ഗ്രാഫിൽ ഈ പറയുന്ന വാല്യൂസ് പ്ലോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് 1,1 1,1 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് 1,1. ഇനി 3,0 3,0 ഇതാണ്. ദിസ് ഇസ് 3,0. നെക്സ്റ്റ് പോയിന്റ് -1 2 -1 2 ഇതാണ് -1, 2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ 3 കോർഡിനേറ്റ്സ് ആയി നമുക്കത് ഒരു ലൈൻ വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യാം. 3 കോർഡിനേറ്റ്സ് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം.
നെക്സ്റ്റ് അടുത്തതായിട്ട് ഈ കോർഡിനേറ്റ്സ് അടുത്തതായിട്ട് -7, -2 -7 -2 ഈ ഒരു കോർഡിനേറ്റ്. അപ്പോൾ -7, -2. നെക്സ്റ്റ് -4, 0 -4, 0 ഈ ഒരു പോയിന്റ്. -4, 0 ഈ ഒരു പോയിന്റ് ആണ്. ഇനി 2, 4 2 2, 4 ഈ ഒരു പോയിന്റ് 2, 4. ഇനി ഈ 3 കോർഡിനേറ്റ്സ് പോയിന്റ്സ് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് 3ഉം. അപ്പോൾ നമുക്ക് 2 ലൈൻസ് കിട്ടി. ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്ത് ഇതിനെയാണ് x + 2y = 3. ഇത് റെപ്രസെൻ്റ് ചെയ്ത് ഇതിനാണ് 2x - 3y + 8 = 0. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 ലൈൻസ് ജോയിൻ ചെയ്യുന്നത്, ഈ 2 ലൈൻസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഈ 2 ലീനിയർ ഇക്വേഷൻ്റെയും സൊല്യൂഷൻ. ഈ പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് -1, +2. സോ അവർ ആൻസർ ഈസ് -1, +2. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് +2 ആയിരിക്കും. ഇതാണ് ഈ പെയർ ഓഫ് ഇക്വേഷൻസിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് x + 2y = 3 and 2x - 3y + 8 = 0. ഈ 2 ലീനിയർ ഇക്വേഷൻസ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനായിട്ട് അത് നമ്മൾ കോർഡിനേറ്റ്സ് പ്ലോട്ട് ചെയ്തു, ലൈൻസ് ഈ കോർഡിനേറ്റ്സിനൊക്കെ ജോയിൻ ചെയ്ത് ലൈൻസ് വരച്ചു. 2 ലൈൻസ് കൂടി കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് -1, 2 ആണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റും 2 എന്ന് പറയുന്നത് y കോർഡിനേറ്റും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 കേസായിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 കേസായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 കാറ്, ആദ്യത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് 2 കാർ എ, കാർ ബി ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. കാർ എ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് കാർ എ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നു. കാർ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് ബിയിൽ നിന്നും ഒരേ ഡയറക്ഷനിലേക്കാണ് കാർ എയും കാർ ബിയും ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് കാർ എയും കാർ ബിയും ട്രാവൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് കാർ എ പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കാർ ബി പോയിന്റ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. ഇനി അതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ എ പോയിന്റിൽ നിന്ന് കാർ എ സ്റ്റാർട്ട് ചെയ്യുന്നു, ബി പോയിന്റിൽ നിന്ന് കാർ ബി സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്, പോയിന്റ് സിയിലാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നില്ല, അതൊരു ഇമാജിനറി പോയിന്റ് ആണ്. റെഫറൻസിന് വേണ്ടിയാണ് പോയിന്റ് സി എടുത്തിരിക്കുന്നത്. എയിൽ നിന്ന് കാർ എ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ നിന്ന് കാർ ബി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് അവർ ഫൈനലി സി എന്ന പോയിന്റിൽ രണ്ടാളും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നു. പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 കിലോമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 കാർസിൻ്റെ സ്പീഡ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് അനുസരിച്ച് കാർ എ എന്ന പോയിന്റിൽ നിന്ന് സി എന്ന പോയിന്റ് വരെ എത്താനായിട്ട് 9 മണിക്കൂർ എടുത്തു. കാർ ബി
ബി എന്ന പോയിന്റിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് 9 അവേഴ്സ് എടുത്തു. അതായത് കാർ എയും കാർ ബിയും 9 അവേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് പോയിന്റ് സിയിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ടൈം ടേക്കൺ by car A. To travel from A to C. A മുതൽ C വരെ കാർ എ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 9 അവേഴ്സ്. സെയിം ടൈം തന്നെയാണ് കാർ ബി എന്ന പോയിന്റിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുത്തത്. ടൈം ടേക്കൺ ബൈ കാർ ബി ടു ട്രാവൽ ഫ്രം ബി ടു സി ഈക്വൽസ് 9 അവേഴ്സ്. ഇനി നമുക്കിവിടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ 2 കാർസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്പീഡ് അറിഞ്ഞിരിക്കണം. പക്ഷേ ക്വസ്റ്റിൽ സ്പീഡൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ 2 കാറിൻ്റെയും സ്പീഡ് എക്സും വൈ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ലെറ്റ് എക്സ് ബി ദ സ്പീഡ് ഓഫ് കാർ എയുടെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ലെറ്റ് വൈ ബി ദ സ്പീഡ് ഓഫ് കാർ ബിയുടെ സ്പീഡ് വൈ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈമും ഡിസ്റ്റൻസും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് ഫൈൻഡ് ചെയ്യാം 2 കാറിൻ്റെ, കാർ എയുടെയും കാർ ബിയുടെയും എ മുതൽ സി വരെയും ബി മുതൽ സി വരെയും ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ ഫ്രം എ ടു സി, എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം. സ്പീഡ് കാണാനുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിൽ. ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് മൾട്ടിപ്ലൈ ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം കാർ എ ട്രാവൽ ചെയ്യാനെടുത്തിരിക്കുന്ന ടൈം 9 അവേഴ്സ്, കാർ എയുടെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ കാർ എ ഫ്രം എ ടു സി വിൽ ബി ഈക്വൽ ടു 9 ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 9x കിലോമീറ്റേഴ്സ്. ഇത്ര കിലോമീറ്റേഴ്സ്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബി ഫ്രം ബി ടു സി, ബി മുതൽ സി വരെ കാർ എടുക്കാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം 9 അവേഴ്സ് ആണ്, സ്പീഡ് വൈ ആണ്. സോ 9 ഇൻറ്റു വൈ ഈക്വൽസ് 9y കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് കിട്ടിയെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ കാർ എ എടുത്തത് 9x കിലോമീറ്റേഴ്സ്. എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ കാർ എ എടുത്തത് 9x കിലോമീറ്റേഴ്സ്. ബി മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ കാർ ബി എടുത്തത് 9y കിലോമീറ്റേഴ്സ്. 9y. അതായത്
ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 9x കിലോമീറ്റർ. ബി എന്ന പോയിന്റിൽ നിന്ന് സി എന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 9y കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം 9x കിലോമീറ്ററിൽ നിന്ന് 9y കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ഈ എ ബിയുടെ ഡിസ്റ്റൻസ് കിട്ടും. അതായത് എ സി എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള 180 കിലോമീറ്റേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, 9y മൈനസ് 9x മൈനസ് 9y എന്നാണ്. 9x ആണ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 9x മൈനസ് ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 9y ഈക്വൽസ് എത്രയാണ്? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 കിലോമീറ്റേഴ്സ്. ഇതിൽ നിന്ന് 9 കോമൺ ആയിട്ട് എടുക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽസ് 180 കിലോമീറ്റേഴ്സ്. എക്സ് മൈനസ് വൈ ഈക്വൽസ് ഈ 9 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും. 180/9 ഈക്വൽസ് 20. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഈക്വൽസ് 20. നമുക്ക് കിട്ടിയത് എക്സ് മൈനസ് വൈ ഈക്വൽസ് 20. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി കേസ് 2ലേക്ക് കടക്കാം. കേസ് 2ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 കാറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. കാർ എ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എയിൽ നിന്നും കാർ ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ബിയിൽ നിന്നും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. 2 പേരും 1 hourൽ മീറ്റ് ചെയ്യുന്നു. അതായത് അതിനർത്ഥം ടൈം ടേക്കൺ ബൈ കാർ എ ഈക്വൽസ് 1 hour. സെയിം ടൈം തന്നെയാണ് കാർ ബി മുതൽ സി എന്ന പോയിന്റ് വരെ ട്രാവൽ ചെയ്യാൻ എടുത്തത്. എ മുതൽ സി വരെ എത്താനായിട്ട് കാർ എ ട്രാവൽ ചെയ്തത് 1 hour. സെയിം ടൈമാണ് പോയിന്റ് ബിയിൽ നിന്ന് പോയിന്റ് സി വരെ ട്രാവൽ ചെയ്യാനായിട്ട് കാർ ബി എടുത്ത ടൈം. അപ്പോൾ ടൈം ടേക്കൺ ബൈ കാർ ബി ഈക്വൽസ് സെയിം 1 hour. ഇനി നമുക്കറിയാനായിട്ട് ഇത് എ ടു സി ആണ്. എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാനായിട്ട് കാർ എ എടുത്ത ടൈം, ബി മുതൽ സി വരെ ട്രാവൽ ചെയ്യാനായിട്ട് കാർ ബി എടുത്ത ടൈം. ഇനിയും നമുക്കറിയാം, നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട് എക്സും വൈയും ആണ് 2 കാറിൻ്റെ സ്പീഡ്. അത് തന്നെ ഇവിടെയും സെയിം സ്പീഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സെയിം സ്പീഡല്ല, അതായത് എക്സും വൈയുമാണ് 2 കാറിൻ്റെയും സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് കാർ എയുടെ സ്പീഡ്, വൈ കാർ ബിയുടെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെ അത് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നു. ലെറ്റ് എക്സ് ബി ദ സ്പീഡ് ഓഫ് car A. Let y be the speed of car B. ഇനി കാർ എ എന്ന പോയിന്റ് മുതൽ സി എന്ന പോയിന്റ് വരെ ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. സോ distance traveled by car A from A to C. A എന്ന പോയിന്റ് മുതൽ സി വരെയുള്ള കാർ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്താണ്? ടൈം ഇൻറ്റു സ്പീഡ്. ടൈമർ ഇത് 1 hour ഇൻറ്റു സ്പീഡ്, ദാറ്റ് ഈസ് എക്സ് കിലോമീറ്റർ.
നെക്സ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് by car B from B to C. B എന്ന പോയിന്റ് മുതൽ C എന്ന പോയിന്റ് വരെ കാർ ബി ട്രാവൽ ചെയ്തെത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം 1 hour ഇൻറ്റു വൈ വിച്ച് ഈസ് വൈ കിലോമീറ്റർ. അതായത് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ്? എക്സ് കിലോമീറ്റർ. സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ്? വൈ കിലോമീറ്റർ. ഇനി നമുക്ക് എന്താ അറിയാം? എക്സും വൈയും കൂടി കൂട്ടുന്നതാണ് 180. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x പ്ലസ് y ഈക്വൽസ് 180. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. ഓക്കെ, രണ്ട് ഇക്വേഷനും നമുക്ക് ഇനി സോൾവ് ചെയ്യാം. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽസ് 20. ദെൻ ഫ്രം ഇക്വേഷൻ 2 നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാണ്. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എക്സും എക്സും കൂട്ടുമ്പോൾ 2x മൈനസ് വൈയും പ്ലസ് വൈയും നമ്മൾ കട്ടായി പോകും. അപ്പോൾ അവിടെ 0 ആണ് വരുന്നത്. ഈക്വൽസ് 20യും 180 കൂടി കൂട്ടുക. 20യും 180 കൂടി കൂട്ടുമ്പോൾ 200 എന്ന് കിട്ടും. എക്സ് ഈക്വൽസ് 200 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 100. അതായത് എക്സ് എന്നെടുത്തത് ആരുടെ സ്പീഡാണ്? എക്സ് എന്ന് കൺസിഡർ ചെയ്തത് കാർ എയുടെ സ്പീഡാണ്. കാർ എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 100 കിട്ടി, 100 km/h. ഇനി ഇതിൽ നിന്ന് y നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 100 എക്സ് 100 ആണ് നമുക്ക് ഓൾറെഡി കിട്ടി. 100 പ്ലസ് വൈ ഈക്വൽസ് 180. y ഈക്വൽസ് 180. ഈ പ്ലസ് 100 റൈറ്റ് സൈഡിൽ മൂവ് ചെയ്യുമ്പോൾ -100 ആവും. സോ ദ ആൻസർ ഈസ് 80 km/h. 80 km/h. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഇത് ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, ബാക്കിയത്തെ പോർഷൻസ് ഒക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 ആണ്, 180 km ആണ്. അതുകൂടാതെ രണ്ട് കാറുകൾ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 km ആണ്. രണ്ട് കാറുകൾ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാർ എ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ് എയിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. കാർ ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ് ബിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു സെയിം ഡയറക്ഷനിലേക്കാണ് കാർ എയും ബിയും ട്രാവൽ ചെയ്യുന്നത്. ഈ രണ്ട് കാറും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് പോയിന്റ് സി. പോയിന്റ് സിയിൽ രണ്ട് കാർ മീറ്റ് ചെയ്യും ആഫ്റ്റർ 9 hours. 9 hours ശേഷമായിരിക്കും രണ്ട് കാറ് പോയിന്റ് സിയിൽ മീറ്റ് ചെയ്യുന്നത്. കേസ് 2 പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെ, ഡിസ്റ്റൻസ് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 km. കാർ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി. കാർ ബി സ്റ്റാർട്ട് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അവർ രണ്ടുപേരും പോയിന്റ് സിയിൽ വെച്ച് മീറ്റ് ചെയ്യും ആഫ്റ്റർ 1 hour. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിലേക്ക് വരാം. രണ്ട് കാറും പോയിന്റ് സിയിൽ 9 hours ശേഷമാണ് കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം കാർ എ 9 hours ട്രാവൽ ചെയ്തു, കാർ ബി 9 hours ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്യാനെടുത്ത ടൈമാണ്. രണ്ടുപേരും 9 hours ഈച്ച് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടൈം ടേക്കൺ ബൈ കാർ എ ടു ട്രാവൽ ഫ്രം എ ടു സി. എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ എ എടുക്കുന്ന ടൈം 9 hours.
അതേപോലെ ബി മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ കാർ ബി എടുക്കുന്നത് 9 hours. കാരണം 2 കാറുകൾ 9 മണിക്കൂറിന് ശേഷമാണ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവിടെ സ്പീഡിൻ്റെ യാതൊരുവിധ ഇൻഫർമേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എക്സും വൈ ആയിട്ട് 2 കാറിൻ്റെയും സ്പീഡുകളെ കൺസിഡർ ചെയ്യുന്നു. കാർ എയുടെ സ്പീഡ് എക്സും കാർ ബിയുടെ സ്പീഡ് വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ടൈം കിട്ടിയിട്ടുണ്ട്, ടൈം ടേക്കൺ കിട്ടിയിട്ടുണ്ട്, സ്പീഡും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കാർ എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ് അറിയാനായിട്ട് സാധിക്കും. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ 9x എന്ന് കിട്ടി. അത്രയും കിലോമീറ്റേഴ്സാണ് എ മുതൽ സി വരെ ട്രാവൽ ചെയ്യാൻ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് കാർ ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 hours ഇൻറ്റു സ്പീഡ് ഓഫ് കാർ ബി വൈ. അപ്പോൾ 9x എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 9y എന്ന് പറയുന്നത് ബി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. അതായത് എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എ മുതൽ ബി വരെ എ മുതൽ സി വരെയാണ്. എ മുതൽ സി വരെയാണ് എത്രത്? എ മുതൽ സി വരെയാണ് കാർ എ ട്രാവൽ ചെയ്ത്. അത് 9x എന്ന് കിട്ടി. അത്രയും ഡിസ്റ്റൻസ് 9x എന്നാണ് കിട്ടിയത്. അപ്പം ഇത്രയും 9x കാർ ബി എന്ന പോയിന്റിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് കാർ ബി ട്രാവൽ ചെയ്ത എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9y എന്ന് കിട്ടി. അതായത് എ മുതൽ സി വരെ 9x എ സി 9x ബി സി 9y എന്നും കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ ബി ഫൈൻഡ് ചെയ്യാലോ. എ ബി വിൽ ബി ഈക്വൽ ടു എ സി മൈനസ് ബി സി. എ സിയുടെ ഡിസ്റ്റൻസ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ 9x മൈനസ് 9y. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 180 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? 9x മൈനസ് 9y ഈക്വൽസ് 180. ആ ഒരു ഇക്വേഷനാണ് നമുക്ക് ഇതിൽ നിന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 9x മൈനസ് 9y ഈക്വൽസ് 180 എന്ന് കിട്ടി. അതിൽ നിന്ന് 9 കോമൺ എടുത്തു. 9 കോമൺ എടുത്താൽ എക്സ് മൈനസ് വൈ ഈക്വൽസ് 180 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ ഈക്വൽസ് 180. ഈ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള 9 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആകുന്നു 20. അങ്ങനെയാണ് എക്സ് മൈനസ് വൈ 20 കിട്ടിയത്. സെയിം മെത്തേഡ് തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് കേസിലും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അവിടെ നമുക്ക് കിട്ടുന്നത് എ മുതൽ കാർ എ മുതൽ ട്രാവൽ ചെയ്ത് സി വരെ പോയി. കാർ ബി എന്ന പോയിന്റിൽ നിന്ന് സി വരെ ട്രാവൽ ചെയ്തു. അവർ രണ്ടുപേരും 1 hourന് ശേഷം ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പോൾ രണ്ടുപേരും ട്രാവൽ ചെയ്യാനെടുത്ത ടൈം 1 hour. ഇവിടെ സ്പീഡ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ് വൈയും. അതിൽ നിന്ന് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തു. നമുക്ക് കിട്ടുന്നത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് എന്നും എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് കിട്ടുന്നത്. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് കിട്ടുന്നു. സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് വൈ എന്നും കിട്ടുന്നു. സി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് വൈ എന്നും കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്നത് എ മുതൽ സി വരെയുള്ളതും വൈ എന്ന് പറയുന്നത് ബി മുതൽ സി വരെയുള്ളത്. ഇത് രണ്ടും കൂട്ടുമ്പോൾ എ ബി കിട്ടുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180 എന്ന് കിട്ടുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180 ഡിഗ്രി. ഇനി രണ്ടും സോൾവ് ചെയ്യാനായിട്ട് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 200. അതിൽ നിന്ന് x ഈക്വൽ ടു 100 km/h. എക്സ് എന്ന് പറയുന്നത്
കാർ എ ട്രാവൽ ചെയ്യാനെടുത്ത സ്പീഡും അതിൽ നിന്ന് വൈ സോൾവ് ചെയ്തപ്പോൾ 80 km/h. അപ്പോൾ കാർ എ ട്രാവൽ ചെയ്യാനെടുത്തത് 100 km/h കാർ ബി ട്രാവൽ ചെയ്യാനെടുത്തത് 80 km/h ആണെന്ന് ഈസിലി ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 കിടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ ഫസ്റ്റ് പോർഷനാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ ബാക്കിയുള്ള പോർഷൻ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസിലേക്ക് ഡ്രോ ചെയ്യുന്ന ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഫിഗർ അനുസരിച്ച് എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ കൺസ്ട്രക്ഷൻസ് ചെയ്യാനുണ്ട്. ഒ മുതൽ ബി വരെ ഒരു ലൈൻ കണക്ട് ചെയ്യുന്നു. അതായത് എക്സ്റ്റേണൽ പോയിന്റ് മുതൽ സർക്കിളിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഒ വരേക്ക് ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. സെൻറ്റർ ഓഫ് ദ സർക്കിൾ പോയിന്റ് ഒയിൽ നിന്ന് രണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക്, രണ്ട് ടാൻജൻസിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ലൈൻസ് ഡ്രോ ചെയ്യുന്നു. അതായത് ഒ എയും ഒ സിയും ഡ്രോ ചെയ്യുന്നു. ഒ എയും ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരും. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ അത് പറയാം. ഇനി ആദ്യമേ തന്നെ കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ബി. ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ സി ഒ ബിയും കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ആംഗിൾ ഒ എ ബി 90 ഡിഗ്രിയാണ്, ആംഗിൾ ഒ സി ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ എ ബി ഈക്വൽസ് ആംഗിൾ ഒ സി ബി ഈക്വൽസ് 90 ഡിഗ്രി. റീസൺ റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. സർക്കിൾസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ്. റേഡിയസ് ഓഫ് എ സർക്കിൾ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ റേഡിയസ് ആയിട്ടുള്ള ഒ എ ടാൻജൻറ്റുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ആയിരിക്കും. ഒ സി ടാൻജൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബി സി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ഒ എ ബി ഈക്വൽസ് ആംഗിൾ ഒ സി ബി ഈക്വൽസ് 90 ഡിഗ്രി ഈച്ച്. അടുത്തത് ഒ ബി ഈക്വൽസ് ഒ ബി, കോമൺ സൈഡ്. നെക്സ്റ്റ് ഒ എ ഈക്വൽ ടു ഒ സി, ഒ എ ഈക്വൽ ടു ഒ സി. റീസൺ റേഡിയസ് ഓഫ് സർക്കിൾ, രണ്ടും ഒരു സർക്കിളിൻ്റെ റേഡിയസസ് ആണ്. റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. ഇവിടെ നോക്കിക്കേ, ട്രയാങ്കിൾ ഒ എ ബിയും ട്രയാങ്കിൾ ഒ സി ബിയും എന്താണ്? റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾസ് ആണ്. നമുക്കറിയാം നമ്മൾ കോൺഗ്രുവൻസിയിൽ RHS കോൺഗ്രുവൻസി എന്നൊരു കോൺഗ്രുവൻസി പഠിച്ചിട്ടുണ്ട്. RHS കോൺഗ്രുവൻസി റൂൾ അനുസരിച്ച് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസും വൺ സൈഡും മറ്റൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസിനോടും റൈറ്റ് ട്രയാങ്കിളിനോടും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും RHS കോൺഗ്രുവൻസി വഴി എന്താണ്? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒ എ ഈക്വൽ ടു ഒ സി എന്ന് കിട്ടി. റേഡിയസ് ഓഫ് സെയിം സർക്കിൾ ആയതുകൊണ്ട് ഒ എ ഈക്വൽ ടു ഒ സി എന്ന് കിട്ടി. അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് ആയിട്ടുള്ള ഒ ബി രണ്ട് ട്രയാങ്കിൾസിലും കോമൺ സൈഡായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് RHS കോൺഗ്രുവൻസി വഴി നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി ഒ ബി. RHS കോൺഗ്രുവൻസി.
RHS കോൺഗ്രുവൻസി. അപ്പോൾ ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ COBയും എന്താണ്, കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലായി. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ AB ഈക്വൽസ് CB എന്ന് നമുക്ക് എഴുതാം. റീസൺ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ CPCT. ഫൈൻ. അപ്പോൾ നമുക്ക് എന്താണ്, AB എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഫ്രം B to circle ഈക്വൽസ് CB എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഫ്രം B to സർക്കിളിൻ്റെ C എന്ന പോയിന്റിലേക്ക്. ഫ്രം B to C ഓഫ് എ സർക്കിൾ. ഇത് ടാൻജൻറ്റ് ഫ്രം B to A ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്കെന്താണ്, നമുക്ക് ഇവിടെ കിട്ടേണ്ട രണ്ട് ടാൻജൻസും, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഡ്രോ ചെയ്തിരിക്കുന്ന രണ്ട് ടാൻജൻസും ഈക്വൽ ഇൻ ലെങ്ത് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ടാൻജൻറ്റ് ഫ്രം B to A of a circle equals tangent from B to C of the same circle. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും ABയും BCയും ഈക്വൽ ഇൻ ലെങ്ത് ആണെന്ന് കിട്ടി. സോ നമ്മൾ അത് പ്രൂവ് ചെയ്തു. ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിൾസിലേക്ക് ഡ്രോ ചെയ്യുന്ന രണ്ട് ടാൻജൻസ് ഈക്വൽ ഇൻ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന് നമ്മളൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തി. ഈ OB കണക്ട് ചെയ്തു, AOയും OCയും കണക്ട് ചെയ്തു. ഇനി രണ്ട് ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിളും COB എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അതിൽ ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OCB 90 ഡിഗ്രി ഈച്ച്. റീസൺ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അങ്ങനെ ഒരു തിയറം നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആംഗിൾ OAB 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ആംഗിൾ OCB 90 ഡിഗ്രിയാണ്. OB ഈക്വൽ ടു OB, രണ്ട് ട്രയാങ്കിളുടെ കോമൺ സൈഡ് ആയതുകൊണ്ട് OB ഈക്വൽസ് OB. നെക്സ്റ്റ് OA ഈക്വൽ ടു OC, ഒരേ സർക്കിളിൻ്റെ റേഡിയസസ് ആയതുകൊണ്ട് OAയും OCയും ഈക്വൽ ആണ്. സോ RHS കോൺഗ്രുവൻസി നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസും ഒരു സൈഡും മറ്റൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസിനോടും സൈഡിനോട് ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസും RHS കോൺഗ്രുവൻസി വഴി കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണ് ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ COBയും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു RHS കോൺഗ്രുവൻസി വഴി. കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് AB എന്തിന് ഈക്വൽ ആണ്, BCക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. AB BCക്ക് ഈക്വൽ എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്നത് B എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസ് ഡ്രോ ചെയ്യുന്ന ഒരു ടാൻജൻറ്റും BC എന്ന് പറയുന്നത് B എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിൻ്റെ C എന്ന പോയിന്റിലേക്ക് ഡ്രോ ചെയ്യുന്ന മറ്റൊരു ടാൻജൻറ്റും. സോ ഈ ഒരു പ്രൂഫ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ സെക്കൻഡ് പോർഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് പോർഷനാണ് ഇതിനു മുമ്പ് പ്രൂഫായിട്ട് നമ്മൾ ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിള് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ABയും BCയും CAയും സർക്കിൾസിനെ ടച്ച് ചെയ്തിരിക്കുന്നത് RP and Q എന്ന് പറയുന്ന 3 പോയിന്റ്സിലാണ്.
എ ബിയും എ സിയും ബി സിയും ടച്ച് ചെയ്തിരിക്കുന്നത്. എ ബി 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ബി തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ. എ ബി ടോട്ടലി 10 സെൻറ്റിമീറ്റർ. എ ബി 10 സെൻറ്റിമീറ്റർ. എ ക്യു 7 സെൻറ്റിമീറ്റർ. ഇത്രയും 7 സെൻറ്റിമീറ്റർ. എ ക്യു 7 സെൻറ്റിമീറ്റർ. സി ക്യു 5 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബി സി ഫൈൻഡ് ചെയ്യുക. ഇത്രയും ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എഴുതാം. എ ബി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. എ ബി 10 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ക്യു ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സി ക്യു ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. സി ക്യു ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. എ ക്യു ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. എ ബി ഈക്വൽ ടു ടോട്ടൽ 10 സെൻറ്റിമീറ്റർ. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബി സി. ബി സി ഈക്വൽ ടു ബി സിയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഒരേ ഒരു തിയറിയാണ് സർക്കിൾസിൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കുന്ന ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസിലേക്ക് ഡ്രോ ചെയ്യുന്ന ടാൻജൻസ് ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, എ ക്യു ആണ് ഇവിടേക്ക് ഈ സർക്കിൾസിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ടാൻജൻറ്റ് പോയിന്റ് എയിൽ നിന്ന്. അപ്പോൾ അതേ പോയിന്റ് എയിൽ നിന്ന് സർക്കിളിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന എ ആർ എന്ന് പറയുന്ന ടാൻജൻറ്റും സെയിം ലെങ്ത് ആയിരിക്കും. എ ക്യു 7 ആണെങ്കിൽ എ ആർ വിൽ ബി 7 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ആർ ഈക്വൽസ് എ ക്യു ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്യു സി, സി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ക്യു എന്ന പോയിന്റിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന ടാൻജൻ്റാണ് സി ക്യു. അതും സി പിയും ഈക്വൽ ആയിരിക്കും. സെയിം ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഇപ്പോൾ സി ക്യൂയുടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സി പിയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ സി പി ഈക്വൽസ് സി ക്യു ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ ഈച്ച്. നെക്സ്റ്റ് ഇത് ടോട്ടലി എ ബി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. എ ആർ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി ആർ വിൽ ബി ഈക്വൽ ടു 10 - 7, ദാറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ബി ആർ 3 സെൻറ്റിമീറ്റർ. ബി ആർ എന്ന് പറയുന്നത് ബി എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന ടാൻജൻ്റ് ആയതുകൊണ്ട് ബി പിയും ഈക്വൽ ഇൻ ലെങ്ത് ടു ബി ആർ ആയിരിക്കും. ബി പിയും ബി ആറും എന്ന് പറയുന്നത് സെയിം എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസ് ഡ്രോ ചെയ്യുന്ന ടാൻജൻസ് ആണ്. സോ ദേ വിൽ ബി ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ ബി ആർ ഈക്വൽ ടു ബി പി ആയിരിക്കും. ബി ആർ ഈക്വൽ ടു ബി പി ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ബി സിയുടെ ലെങ്ത് ആണ്. ബി സി വിൽ ബി ഈക്വൽ ടു ബി പി പ്ലസ് പി സി. ബി പിയുടെ വാല്യൂ 3 സെൻറ്റിമീറ്റർ, പി സിയുടെ വാല്യൂ 5 സെൻറ്റിമീറ്റർ. സോ ബി സിയുടെ ടോട്ടൽ വാല്യൂ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ബി സിയുടെ വാല്യൂ ടോട്ടലി 8 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അതാണ് ഇവിടെ കിട്ടേണ്ട ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ട്രയാങ്കിളിൻ്റെ എ ബി, എ സി, ബി സി എന്ന 3 സൈഡ്സ് സർക്കിൾസിനെ ആർ, പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ ടച്ച് ചെയ്തിരിക്കുന്നു. എ ബിയുടെയും എ ക്യൂവിൻ്റെയും സി ക്യൂവിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ താഴത്തെ ബി സിയുടെ ടോട്ടൽ ലെങ്ത്ത്. അതിനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് സർക്കിൾസിൻ്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ച എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസിൽ ഡ്രോ ചെയ്യുന്ന ടാൻജൻസ് ഈക്വൽ ഇൻ ലെങ്ത് എന്ന് പറയുന്ന തിയറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് ബി പി 3 എന്നും പി സി 5 എന്നും കിട്ടി. സോ ടോട്ടലി ബി സി ഈക്വൽ ടു ബി പി പ്ലസ് പി സി വിച്ച് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ.